ബിഗ് ബോസ് മലയാളം സീസൺ 7 തേർഡ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പ്രൊമോ കുറച്ച് മുൻപ് ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സീസണിലെ പ്രൊമോയിൽ പോലും അനീഷുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ബിഗ് ബോസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ പൂർണ്ണമായ വിജയമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും ഇവിടെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനീഷിൻ്റെ ഈ ഒരു മൈൻഡ് ഗെയിമിനെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും വിലയിരുത്താൻ പോകുന്നത്? ഒരുപക്ഷെ അനീഷിനെ അഭിനന്ദിക്കുമോ അതോ അനീഷിനെ റോസ്റ്റ് ചെയ്യാനാണോ പോകുന്നത് എന്നുള്ളത് തീർച്ചയായും നമുക്കത് കാത്തിരുന്ന് കാണാം. ആദ്യം തന്നെ ഈ ഒരു പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ലാലേട്ടൻ ആദ്യം തന്നെ ഒന്നും സംസാരിക്കുന്നില്ല. മൗനം വിദ്വാനുഭൂഷണം എന്ന മട്ടിൽ യാതൊന്നും സംസാരിക്കാതെ ഒരക്ഷരം പോലും ഉരിയാടാതെ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, ശ്രീ മോഹൻലാൽ ഷോ തുടങ്ങിക്കഴിഞ്ഞു, എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ കുടുംബാംഗങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം എന്തെല്ലാം മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട്, എന്താണ് സംസാരിക്കാത്തത്, ഇതൊക്കെ ബിഗ് ബോസ് പറയുമ്പോഴും ലാലേട്ടൻ അതൊന്നും സംസാരിക്കുന്നില്ല. കാരണം പണിപ്പുര ടാസ്കിൽ അനീഷ് ഉപയോഗിച്ച ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ഗെയിം, ആ ഒരു കണ്ടന്റ് ഈ ഒരു പ്രൊമോയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബിഗ് ബോസ് പറയുന്നത് ലൈഫ് സ്റ്റോറി പറയുന്ന സങ്കടകരമായ അവസരത്തിൽ ചിലർ തമാശ കാട്ടിയതിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഘർഷങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരണം തേടേണ്ടേ? തീർച്ചയായും അത് പ്രേക്ഷകർ അത്രയധികം നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണ്ടന്റ് തന്നെയാണ്. ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കാരണം ലൈഫ് സ്റ്റോറി പറയുന്ന ഈ ഒരു സങ്കടകരമായ അവസരത്തിൽ ആര്യൻ ചിരിച്ചു എന്നുള്ളതും ആര്യൻ്റെ ഗോഷ്ടി കണ്ട് ഈ റണ ഫാത്തിമ ചിരിച്ചു. അതിനെ തുടർന്ന് ആര്യൻ ചിരിക്കുന്നത് കണ്ടിട്ട് എന്താണെന്ന് പോലും മനസ്സിലാവാതെ കലാഭവൻ സരിക ചിരിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ വലിയൊരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസഭ്യവർഷങ്ങളും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് ബിഗ് ബോസും ലാലേട്ടനെ തീർച്ചയായും ചോദിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത്. മറ്റൊന്ന്, പലരും അസഭ്യവാക്കുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കേട്ടില്ലെന്ന് നടിക്കാനാവുമോ? ഒരിക്കലും നടിക്കാനാവില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് കേവലം ഒരു റിയാലിറ്റി ഷോ, ഗെയിം ഷോ എന്നുണ്ടെങ്കിലും അത് ഒരുപാട് പ്രായഭേദമന്യേ ഒരുപാട് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇത്തരത്തിലുള്ള അസഭ്യവാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി നിലവാരമുള്ള ആ ഒരു പദമായി മാറിയേക്കാം. കാരണം അസഭ്യവാക്കുകൾ എന്നുപോലും ആ ഒരു രീതിക്ക് പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പദങ്ങളാണ് ഈ പറഞ്ഞ വീട്ടുകാർ ഉപയോഗിക്കുന്നത്. ഒനിയൽ സാബു ആയിക്കോട്ടെ, റണ ഫാത്തിമ ആയിക്കോട്ടെ, അഭിലാഷ് ആയിക്കോട്ടെ, മറ്റു പലരും ഉപയോഗിക്കുന്നത്. അതിന് തീർച്ചയായും അതിനൊരു താക്കീത് ബിഗ് ബോസ് കൊടുക്കണം എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകരുടെ ആവശ്യം കൂടിയാണ്. കാരണം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ചോദിക്കേണ്ടതുണ്ട്. അടുത്തത് ബിഗ് ബോസ് പറയുന്നത് അടുക്കളയിൽ ചിലർ അവശ്യ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിച്ച് പ്രശ്നമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും, ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും ഒരുപോലെയാണ്. ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രയോറിറ്റിയോ പ്രിവിലേജോ ഒന്നും തന്നെയില്ല. അങ്ങനെയെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിന് മാത്രം അടുക്കളയിലെ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കാം എന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രിവിലേജും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ആവശ്യമാണ് അത് ആ ഒരു കണ്ടസ്റ്റൻറ്റിനോട് ബിഗ് ബോസ് ചോദിക്കണം എന്നുള്ളത്, ലാലേട്ടൻ ചോദിക്കണം എന്നുള്ളത്. അടുത്ത ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം, ശുചിത്വത്തെക്കുറിച്ചുള്ള മോർണിംഗ് ടാസ്കിൽ പല ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വന്നത് താങ്കളും കണ്ടതല്ലേ? ചോദിക്കണ്ടേ അവരോട്? അതായത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നതും പാലിക്കാത്തതുമായ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നൊരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ കണ്ടതുപോലെ ജിസേലിനും ആര്യനൊക്കെ അവരോടൊക്കെ ഒരു മയത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അനീഷും ആര്യൻ അവരെയൊക്കെ, ആര്യനല്ല അനീഷ്, അനു തുടങ്ങിയവരെയൊക്കെ വല്ലാത്ത രീതിയിൽ അവരുടെ ഗെയിമിനെ പോലും ബാധിക്കുന്ന രീതിയിലൊക്കെ ലാലേട്ടൻ പറയുമോ എന്നുള്ളതും ഒരുപാട് പ്രേക്ഷകർ നോക്കി കാണുന്നുണ്ട്. അതെങ്ങനെ ആയിരിക്കും ലാലേട്ടൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും എന്ന കാര്യം ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും മുൻധാരണയുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിനുശേഷം ബിഗ് ബോസ് പറയുകയാണ്, ഇതിപ്പോൾ പണിപ്പുര ടാസ്കിൽ അനീഷ് ചെയ്തതുപോലെ ആയല്ലോ,
ശ്രീ മോഹൻലാൽ എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കും. പക്ഷേ ആ പണിപ്പുര ടാസ്കിൻ്റെ ടാസ്ക് ലെറ്ററിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ സമയം മുതൽ ഈ സീസൺ കഴിയും വരെയും ഒന്നും മിണ്ടാൻ പാടില്ല, ഉരിയാടാൻ പാടില്ല എന്നുള്ളത് ടാസ്ക് ലെറ്ററിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കേട്ടിട്ടായിരിക്കാം അനീഷ് ഈ ഒരു രീതിയിലുള്ള തൻ്റെ മൈൻഡ് ഗെയിം എടുത്തത്. അതിനെ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് വിലയിരുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അനീഷ് ചെയ്തിരിക്കുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ അത് അനീഷിൻ്റെ ഗെയിമിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന് എതിരെയാണോ ബിഗ് ബോസ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ആ ഒരു പ്രസൻറ്റേഷൻ